മഴ പെയ്യുമ്പോൾ ഒരു ചായക്കപ്പിനരികിലായി ജനലിനോട് ചേർന്നിരുന്ന് എറിച്ചിലേൽക്കാൻ കൊതിക്കുന്ന മനസ്സുകൾ. അതല്ലെങ്കിൽ ഇളവയിലേറ്റ് തെളിഞ്ഞ മാനം നോക്കി പുൽത്തകിടിയിൽ കിടക്കുമ്പോൾ കാറ്റാടി മരത്തിൻ്റെ ചില്ലയിലിരുന്നാടുന്ന തുത്തുകുണുക്കി പക്ഷിയെ നോക്കി ചൂളം കുത്താൻ ആഗ്രഹിക്കുന്നവർ. പുസ്തകങ്ങളുടെ ആഗ്രഹങ്ങളാണ് കേട്ടോ. പക്ഷെ എന്നാ പറയാനാ, ചില നേരം ഇതുപോലെ ചെതലോ ഇരട്ടവാലിനോ ഒക്കെ കരണ്ട് അവരുടെ ജീവിതവും അങ്ങില്ലാതാകും. എത്രയെത്ര വർഷങ്ങളായിരിക്കും ചില പുസ്തകങ്ങൾ കാറ്റും വെളിച്ചവും ആകാശവും ഒരു സ്പർശനം പോലും അറിയാതെ ചില ചില്ലു സത്രങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുണ്ടാവുക. ഒരിക്കൽ ഒരു അടാപിടി മഴയത്ത് എൻ്റെ ചില്ലു സത്രത്തിലെ പുസ്തകങ്ങളുടെ ഏറ്റവും അടിയിലത്തെ ഷെൽഫിൽ നിന്ന് ചിതലരിച്ചു കയറുകയാണ്. ഓരോ പുസ്തകങ്ങളും മരിക്കാൻ തുടങ്ങിയിരുന്നു. കൃത്യസമയത്ത് അത് കണ്ടുപിടിച്ച് എനിക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റി. അന്ന് ഞാൻ ശബ്ദം എടുത്തു കേട്ടോ. വർഷത്തിൽ 2 തവണയെങ്കിലും ചില്ലുസത്രത്തിലെ എൻ്റെ പുസ്തകങ്ങളെ എല്ലാം പുറത്തെടുത്ത് വെച്ച് ഒന്ന് തൊട്ട് തലോടി ആകാശം കാണിച്ച് കാറ്റ് കൊള്ളിച്ച് ഇച്ചിരി കുശലവും പറഞ്ഞ് തിരിച്ചെടുത്ത് വയ്ക്കും. പുതിയ പത്രക്കടലാസൊക്കെ മടക്കിയിട്ട് കൊടുത്ത് മരുന്നും അടിച്ച് അവരെ അതാത് സ്ഥലത്തങ്ങിരുത്തും. ചിലരുണ്ടല്ലോ, ഇത്രയും നാൾ ഇരുന്നിടത്തുനിന്ന് ഒന്ന് മാറിയിരിക്കാനുള്ള കൊതിയൊക്കെ പറയും. അവരുടെ ആ ആഗ്രഹവും അങ്ങ് സാധിച്ചു കൊടുത്തേക്കും. അങ്ങനെ പഴയ പേക്കിനാവുകളെല്ലാം മറന്ന് പുതിയൊരു കഥയായി അവർ എൻ്റെ ചില്ലു സത്രത്തിൽ സുഖമായിരിക്കുന്നു. എത്രയോ എഴുത്തുകാർ അവരുടെ മനസ്സിൽ ഗർഭം ധരിച്ച് എഴുതിയുണ്ടാക്കിയ മക്കളാണ്